പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. അക്കുവിനോട് ഉടക്കിപ്പോയ സന്ദീപ് അർജുന്റെ മുൻപിലാണ് ചെന്നുപെട്ടത്. അവനെല്ലാം കണ്ടിട്ടുണ്ടെന്ന് അവന്റെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്. അർജുൻ സന്ദീപിനെ ചുഴിഞ്ഞു നോക്കുകയാണ്. എന്താടാ? തന്നെ തുറിച്ചു നോക്കുന്നവനോടായി സന്ദീപ് ചോദിച്ചു. എന്താണ് ആത്മീയെ ചുറ്റിപ്പറ്റിയ ഒരു നടത്തം? അവനൊരു പ്രത്യേക ഭാവത്തിൽ ചോദിക്കുമ്പോൾ തറപ്പിച്ച് അവനെയൊന്ന് നോക്കി സന്ദീപ്. സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ആകുമ്പോൾ അങ്ങനെ കണ്ടെന്നും സംസാരിച്ചെന്നും ഒക്കെ വരും. അതിനൊക്കെ നീ വേണ്ടാത്ത അർത്ഥം കൊടുക്കാതെ പോയേ. സന്ദീപ് അവനോട് ദേഷ്യം ഭാവിച്ചു. ശരി, എങ്കിൽ ഞാൻ അവളുമാരോട് പറഞ്ഞിട്ട് വരാം. എൻ്റെ ചേട്ടനാണ് അന്ന് വീഡിയോ അയച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ആദുവിൻ്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് നടക്കാൻ ഭാവിച്ചു. സന്ദീപ് അർജുൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. നീ ഇതെന്തു ഭാവിച്ചാ? സന്ദീപ് ദേഷ്യം ഭാവിച്ചു. ഞാനെന്ത് ഭാവിക്കാൻ? എൻ്റെ ഏട്ടനാണ് അവളെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നു. അതിലിപ്പോൾ എന്താ? അല്ല, ഏട്ടനെന്തിനായി ടെൻഷൻ? സ്റ്റുഡൻസിനെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാ? അർജുൻ്റെ കൊള്ളിച്ചുള്ള സംസാരം സന്ദീപിന് മനസ്സിലാകുന്നുണ്ട്. ഏത് സമയത്താണോ ഇവൻ്റെ സിം എടുക്കാൻ തോന്നിയത്, ആ നിമിഷത്തെ പഴിച്ചു സന്ദീപ്. ഞാൻ പോട്ടേന്ന്. നെക്സ്റ്റ് അവർ വിശ്വാമിത്രനാ. അങ്ങനെ ക്ലാസ്സിൽ കയറി മുന്നേ അവരോട് പോയി പറയട്ടെ. അർജുൻ തിടുക്കം കാട്ടി. നീ സിനിമയ്ക്ക് പോകാൻ കാശ് ചോദിച്ചില്ലായിരുന്നോ? ദാ വെച്ചോ, സാറ്റർഡേ പോയാൽ മതി. വിഷയം മാറ്റാൻ എന്നപോലെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു തരുന്ന സന്ദീപിനെ കുസൃതിയോടെ നോക്കി അർജുൻ. ഓ, ഞാനോർത്തേ എൻ്റെ ഏട്ടനൊരു പിശുക്കനാണെന്നാ. 500ൻ്റെ പച്ചനോട്ട്. ഇത്രയും ഉദാര മനസ്കനാണ് എൻ്റെ ചേട്ടൻ. ലവ് യു ചേട്ടാ. പിന്നെയും കളിയാക്കുവാണവൻ. നീ കൂടുതലൊന്നും ഊതാതെ ക്ലാസ്സിലേക്ക് ചെല്ല്. എന്നെപ്പോലെ അല്ല വിശ്വാമിത്രൻ. അതോർത്താൽ നിനക്ക് നല്ലത്. അവൻ്റെ മുഖത്ത് പരിഭവമാണ്. അർജുൻ പൈസ പോക്കറ്റിൽ വെച്ചുകൊണ്ട് തലയാട്ടി മുന്നോട്ട് നടന്നു. ഡാ. അടുത്ത നിമിഷം അർജുനെ സന്ദീപ് തിരികെ വിളിച്ചു. അതെന്തിനാണെന്ന് അവന് നല്ല ബോധ്യവുമുണ്ട്. ആ വീഡിയോയുടെ കാര്യങ്ങാനും ആ പെമ്പിള്ളാരറിഞ്ഞാൽ ധ്രുവിക്ക് പകരം ഇമ്പോസിഷൻ തരുന്നത് ഞാനായിരിക്കും. പറഞ്ഞുകൊണ്ട് ചാടി തുള്ളിപ്പോകുന്ന ചേട്ടനെ നോക്കി അർജുൻ ചിരി അടക്കി നിന്നു. എത്ര പിണങ്ങിയാലും വഴക്ക് പറഞ്ഞാലും അവൻ്റെ ഏട്ടനാണ് അവൻ്റെ ജീവനും ലോകവും. അവൻ ക്ലാസ്സിലേക്ക് നടക്കുന്ന ആദുവിനെ നോക്കി. അവളെ തൻ്റെ ഏട്ടത്തിയായി ഏട്ടനോടൊപ്പം അവൻ മനസ്സിൽ സങ്കല്പിച്ചു തുടങ്ങി. ഒരുപാട് സന്തോഷത്തോടെ അവൻ അവരുടെ അടുത്തേക്ക് ഓടി. ഉച്ചയ്ക്ക് ബെൽ മുഴങ്ങും മുന്നേ ധ്രുവി ക്ലാസ് മുറിയിലേക്ക് കയറി. ഇന്ന് 2 അവറായിരുന്നു ധ്രുവിക്ക്. ഇത് 2ാമത്തേതാണ്. ക്ലാസ് പതിവ് പിൻ ഡ്രോപ്പ് സൈലൻസ്. ആദു വർദ്ധിച്ച ഹൃദയമിടിപ്പോടെയിരുന്നു. ധ്രുവയുമായി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഹൃദയത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അതിൻ്റെ പതിവ് പരവേശത്തിന് യാതൊരു മാറ്റവുമില്ല. ആദു ഒന്ന് നെഞ്ചു തടവി. ഓണാഘോഷത്തെക്കുറിച്ചായിരുന്നു ധ്രുവി ആദ്യം പറഞ്ഞത്. കുട്ടികളെ വിവിധ ഹൗസുകളായി തിരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3 വർഷത്തെ കുട്ടികളും ഓരോ ഹൗസിലും വരും. തുമ്പ, മന്ദാരം, മുക്കുറ്റി, തെച്ചി, തുളസി, ഇങ്ങനെ 5 ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഓരോ ഗ്രൂപ്പിലെയും ഹൗസ് ലീഡേഴ്സിൻ്റെ കയ്യിലാണ് ഉണ്ടാക്കുക. ആദും അക്കും ഗാദിയും ഒരു ഹൗസിലാണെന്ന് സന്ദീപ് ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് തയ്യാറാക്കിയത് സന്ദീപ് കൂടി ചേർന്നാണ്. ഓണപരിപാടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകിയ ശേഷം ധ്രുവി പഠിപ്പിക്കാൻ തുടങ്ങി. ആദു പഠിപ്പിച്ചുകൊണ്ടിരുന്ന ധ്രുവിയുടെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളും അവളിൽ തങ്ങി. ധ്രുവിയുടെ ഹൃദയം പതറി, വാക്കുകൾ ഇടറി. ഏറ്റവും ആത്മവിശ്വാസമുണ്ടായിരുന്ന ഒരു അധ്യാപകൻ വാക്കുകൾക്ക് തുടർച്ചയില്ലാതെ കുട്ടികൾക്ക് മുൻപിൽ ആദ്യമായി പതറി. അവൻ്റെ അധ്യാപന ജീവിതത്തിൽ ആദ്യമായി ധ്രുവിക്ക് പഠിപ്പിച്ച ഭാഗത്തിൽ മിസ്റ്റേക്ക് വന്നു. ഏയ് സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ജസ്റ്റ് മുന്നേ പറഞ്ഞു വന്ന പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്ക്. നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുട്ടികളുടെ മുമ്പ് ക്ഷമാപണം നടത്തുന്ന ധ്രുവിയെ എല്ലാവരും ഉറ്റുനോക്കി. അടുത്ത നിമിഷം ബെൽ മുഴങ്ങിയപ്പോൾ ആദുവിനേക്കാൾ ആശ്വാസം തോന്നിയത് ധ്രുവിക്കാണ്. അവൻ കാറ്റിൻ്റെ വേഗതയിൽ പുറത്തേക്ക് പാഞ്ഞു.
അതിനിടയിൽ എപ്പോഴും അവന്റെ കണ്ണുകൾ ആദുവിലേക്കൊന്ന് സഞ്ചരിച്ചു. അവൾ അറിയാതെ തന്നെ. ധ്രുവി പോയതും ശ്വാസം ഒന്ന് വലിച്ചെടുത്ത ആദു. ഹൃദയത്തിനിപ്പോൾ ആശ്വാസം ലഭിച്ച പോലെ. എന്നാലും വിശ്വാമിത്രൻ എന്തു പറ്റിയടി? അങ്ങേര് വാല് മുറിഞ്ഞതുപോലെ ഒരു നിൽപ്പായിരുന്നല്ലോ. നമ്മൾ വല്ലോ ആയിരുന്നെങ്കിൽ ഇമ്പോസിഷൻ എഴുതി ചത്തേനെ. അക്കു വല്ലാത്തൊരു അത്ഭുതത്തോടെ പറയുമ്പോൾ അതുതന്നെയായിരുന്നു ക്ലാസ്സിലെ മിക്ക കുട്ടികൾക്കിടയിലും ചർച്ചാ വിഷയം. ആദു പ്രത്യേകിച്ച് അഭിപ്രായമില്ലാതെ അവർക്കിടയിൽ കേൾവിക്കാരിയായി ഒതുങ്ങി. ഗായത്രി ആൻറ്റി, ഉറക്ക കൂന്നതിനൊപ്പം കോളിബെൽ മുഴക്കുന്നുണ്ട് ആദു. ഏതൊക്കെയോ ജോലികളായിരുന്ന ഗായത്രി കൈ തുടച്ചുകൊണ്ട് ഫ്രണ്ട് ഡോർ തുറന്നു. തന്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവർ കണ്ണു വിടർത്തി നോക്കി. ആരായത്, അമ്മൂട്ടനോ? നേരെ ഇങ്ങോട്ടായിരുന്നു വരവ്. അകത്തേക്ക് വാ. ഗായത്രി അവളെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഞാൻ ഒരു കാര്യം പറയാൻ നേരെ ഇവിടേക്ക് വന്നതാ. വീട്ടിൽ കയറിയില്ല, പെട്ടെന്ന് പോണം. ആദു പറഞ്ഞപ്പോൾ ഗായത്രി ഒന്ന് ഭയന്നു. ഇനി ധ്രുവിയുമായി അടുത്ത പ്രശ്നം വല്ലതും ഉണ്ടായിരിക്കുമോ എന്നാണ് അവർ ചിന്തിച്ചത്. എന്താ മോളെ? അവരവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഇന്ന് എൻ്റെ കൂടെ അമ്പലത്തിൽ വരണേ, നമുക്ക് ഒന്നിച്ചു പോകാം. ആദ്യം പറയുമ്പോഴാണ് അവർക്ക് സമാധാനമാകുന്നത്. അവരൊന്ന് നെഞ്ചിൽ കൈവച്ചു. അതിനെന്താ, നമുക്ക് പോകാലോ, നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ഗായത്രി. അല്ലെങ്കിലും അവളുടെ കൈ പിടിച്ച് നടക്കാൻ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടമാണ് ഈ കുഞ്ഞി പെണ്ണിനെ. ഗായത്രി അവളുടെ കവളിൽ മെല്ലെ തലോടി. ഞാനേ വീട്ടിലേക്കൊക്കെ പോകട്ടെ, എൻ്റെ സീതമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. സമയം 6 മണി. ആൻറ്റി വിളക്ക് കൊളുത്തിയിട്ട് പോകാം, അവൾ തിരിഞ്ഞു നടക്കുന്നതിനൊപ്പം പറഞ്ഞു. അവൾ സ്കൂട്ടി ഗേറ്റിന് പുറത്താണ് വെച്ചിരിക്കുന്നത്. അവളുടെ വീടിന്റെ ഗേറ്റ് കൂടി തുറന്നിട്ടാണ് അവൾ വണ്ടി എടുക്കാൻ വന്നത്. ഗായത്രി ഒന്ന് കൈവീശിക്കാട്ടി അവൾ വീട്ടിലേക്ക് പോയി. ഗായത്രി നിറഞ്ഞ മനസ്സോടെ അവിടെ തന്നെ നിന്നുപോയി. അതെ, ഞാൻ ഗായമ്മേന്ന് വിളിച്ചോട്ടെ? വണ്ടി പുറത്തു വെച്ച് ഗായത്രിയുടെ കയ്യിൽ തൂങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ആദു അവരോട് ചോദിച്ചു. ഗായത്രിയുടെ കണ്ണുകൾ വിടർന്നു, ഹൃദയം ആർദ്രമായി. അവർ നടത്തം നിർത്തി അവളെ കണ്ണു ചിമ്മാതെ നോക്കിപ്പോയി. അതില്ലേ, എനിക്കെൻ്റെ സീതമ്മയെ പോലെ തോന്നുവാ. അതേ ഇഷ്ടം തോന്നുവാ. എൻ്റെ അച്ഛയോടും അമ്മയോടും തോന്നുന്ന അതേ കംഫർട്ട് ഫീൽ തോന്നുവാ. ആദു കുഞ്ചി പറഞ്ഞത് കേട്ടപ്പോൾ ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്റേതാണെന്ന് പറയാതെ പറയും പോലെ. അങ്ങനെ വിളിച്ചാൽ മതി, അതാ ഗായമ്മയ്ക്ക് ഇഷ്ടം. അവളുടെ മൂർത്ത അവൾ ചുംബിച്ചുകൊണ്ട് പറയുമ്പോൾ ഗായത്രിയുടെ കണ്ണുനീർ കവിൾത്തടം പുൽകി ഒഴുകിയിരുന്നു. അതിനെന്തിനാ കരയുന്നേ? കരയല്ലേ. ആദു അവരുടെ കണ്ണുകൾ തുടച്ചു. മനസ്സ് നിറഞ്ഞ് ക്ഷേത്രനടയിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ദേവിയോട് ഗായത്രിക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇവളെ എൻ്റെ മോളായി എനിക്ക് നൽകണേ എന്ന്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിശ്വാമിത്രൻ? ദർശനം കഴിഞ്ഞിറങ്ങുന്ന വേളയിൽ വല്ലാത്തൊരു ആകാംക്ഷയോടെ ഗായത്രി ചോദിച്ചു. അപ്പോഴാണ് ഗായത്രിയോട് അത് പറഞ്ഞില്ലല്ലോ എന്ന് അവൾ ഓർക്കുന്നത്. അയ്യോ, ഇന്ന് ഭയങ്കര അത്ഭുതം നടന്നു ഗായുമ്മേ. ഇന്ന് വിശ്വാമിത്രൻ പഠിപ്പിച്ചതൊക്കെ തെറ്റിപ്പോയി. എന്ത് പറ്റുമോ? വിശ്വാമിത്രന്റെ കൊമ്പും വാലും മുറിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. അയാൾക്ക് ഇമ്പോസിഷൻ കൊടുക്കാൻ ആളില്ലാതെ പോയി. ശോ, 1000 വട്ടം ഇമ്പോസിഷൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ദുഷ്ടൻ. ആദു പറയുമ്പോൾ ധ്രുവിക്ക് എന്ത് പറ്റിയതാണെന്ന് ആദി ഗായത്രി നിറഞ്ഞു. അതേസമയം ആദുവിന്റെ വാക്കുകൾ അവരിൽ ഒരു ചിരിയും നിറച്ചു. അവന്റെ അമ്മയോടാണ് മോന്റെ കുറ്റങ്ങളെല്ലാം ഈ പറയുന്നത്. ഇതവരറിയുമ്പോഴോ? ഗായത്രി സാരിത്തുമ്പുകൊണ്ട് മുഖമൊപ്പി. ഗായത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ ധ്രുവി ഡൈനിങ് ഹാളിൽ ഇരിപ്പുണ്ട്. അവൻ ലാപ്പിൽ എന്തോ പണിയാണ്. ഇന്ന് ദീപാരാധന കഴിഞ്ഞാണ് ഇറങ്ങിയത്. അതുകൊണ്ട് അവനെ കണ്ടതിൽ അത്ഭുതവുമില്ല. ഗായത്രി ധ്രുവിയെ ശ്രദ്ധിച്ചു നോക്കി. ആദു പറഞ്ഞതുപോലെ അവന് വല്ല മാനസിക സമ്മർദ്ദവും ഉണ്ടോ എന്നറിയാൻ പതിവ് ഗൗരവത്തിനിപ്പുറം അവർക്കൊന്നും തോന്നിയില്ല. അതേസമയം തന്നെ അശ്വിനും വന്നു. അപ്പച്ചി ഇപ്പോ 2 നേരാക്കിയോ ക്ഷേത്ര ദർശനം? അച്ചു ഒരാകാംക്ഷയോട് ചോദിച്ചു. അമ്മൂട്ടം വിളിച്ചപ്പോൾ അവളുടെ കൂടെ പോയതാ മോനെ, കുട്ടി ഇവിടെ വന്നു. അത്ര നേരം ലാപ്പിലേക്ക് നോക്കിയിരുന്നവൻ ഗായത്രിയെ നോക്കിയത് അച്ചുവും ഗായത്രിയും ഒരുപോലെ ശ്രദ്ധിച്ചു. അമ്മൂട്ടി, അമ്മൂട്ടൻ.
എന്തോരം ചെല്ലുമ പെണ്ണിനോട് അമ്മയ്ക്ക്. അവൻ ഒരസൂയോടെ ചിന്തിച്ചു. അവളെക്കുറിച്ചറിയാൻ ആഗ്രഹം തോന്നുന്നുണ്ട് ധ്രുവിക്ക്. പക്ഷെ മനസ്സിലെ ഈഗോ അതിനെ അനുവദിക്കുന്നുമില്ല. ഞായറാഴ്ച അവിടെ പോകാമെന്ന് തന്നെ ധ്രുവി കരുതുന്നുണ്ട്. ദിവസങ്ങൾ കൊണ്ട് അമ്മയുടെ മനസ്സ് സ്വന്തമാക്കിയ പെണ്ണിനെ കാണാൻ ഉള്ളം തുടിക്കുന്നത് ധ്രുവിയും അറിഞ്ഞു. വരണ്ടു കിടന്നൊരു ഹൃദയമീ ഒരു പ്രണയമഴയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണെന്ന് മാത്രം അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ മുത്തശ്ശി മരച്ചോട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട് ആദവും കൂട്ടി. അപ്പോഴാണ് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന ധ്രുവിയെ ആദു കാണുന്നത്. ഒരു നിമിഷത്തേക്ക് ആദുവിൻ്റെ ശ്രദ്ധ എന്തോ ആലോചിച്ചെന്ന പോലെ നടന്നു പോകുന്ന ധ്രുവിയിലേക്ക് എത്തി. അവനെ ഒരു നിമിഷം നോക്കിപ്പോയി ആദു. നീ ഇത് ഏത് ലോകത്താ? ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം പറയും. ഗാദുവിൻ്റെ ശബ്ദമാണ് ആദുവിനെ ധ്രുവിയിൽ നിന്നും മോചിപ്പിച്ചത്. അഭിപ്രായം? അതിന് നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ? അവൾ ചോദിച്ചത് കേട്ടിട്ട് അക്കുവും ഗാദുവും കണ്ണും മിഴിച്ചു. അല്ല, അപ്പൊ നീ ആരെ സ്വപ്നം കണ്ടിരിക്കുമായിരുന്നു? അക്കു ചോദിക്കുന്ന കേട്ടിട്ട് ആദു ഒന്ന് പരിങ്ങി. ഏയ്, ഞാൻ ശ്രദ്ധിച്ചില്ല. പറ, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത്? ആദു അവരോട് വീണ്ടും തിരക്കി. അടുത്ത ആഴ്ചയിലെ ഓണ സെലിബ്രേഷൻ. നമുക്ക് ഒരേ ഡ്രസ് കോഡ് ആയാലോ? അക്കു പറഞ്ഞു. അയ്യേ, എനിക്കങ്ങനെ യൂണിഫോം ഇടും പോലെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടേയല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരേ പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കാം. സ്റ്റിച്ചിങ് ഉൾപ്പെടെ എല്ലാം ഒരേ മോഡലാക്കാം. ആദുവിൻ്റെ ആ ഐഡിയ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. അല്ല, സെറ്റ് സാരി ഓർ ദാവണി ഏതാ? ആദു ചോദിച്ചു. ദാവണി. മൂന്നാൾക്കും ദാവണി. അതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ധരിക്കാൻ ഇഷ്ടവുമാണ് താനും. നമ്മുടെ ബസ് സ്റ്റാൻഡിനടുത്തായി പുതുതായി ഇനാഗുറേഷൻ ചെയ്ത കടയില്ലേ, അവിടെ നല്ല സെലക്ഷൻ ഉണ്ടെന്നാ കേട്ടെ. നമുക്കേ സാറ്റർഡേ അവിടെ പോയി എടുത്താലോ? അവിടെ തന്നെ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ട്. ഇപ്പൊ കൊടുത്താൽ സമയത്തിന് കിട്ടും. അക്കു പറഞ്ഞതിന് എല്ലാവരും ഓക്കെ പറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ്സിൽ കയറാനുള്ള ബെൽ മുഴങ്ങി. 3 പേരും ക്ലാസ്സിലേക്ക് നടന്നു. ധ്രുവി ഇന്ന് പഠിപ്പിക്കുന്ന സമയം ആദുവിൻ്റെ ഭാഗത്തേക്ക് അധികം ശ്രദ്ധിക്കാൻ പോയില്ല. ഇനിയും കുട്ടികൾക്ക് മുന്നിൽ നാണം കെടാൻ വയ്യ. പക്ഷേ ഇടവേളകളിൽ അവൻ ആദുവിനെ ശ്രദ്ധിച്ചു. അവൾ പോലും അറിയാതെ, മറ്റാരും അറിയാതെ. ത്രേയും നീനുവും വർഷയും ആദുവിനെതിരെയുള്ള പ്ലാനിങ്ങിലാണ്. ഇത്തവണ പാളിപ്പോകരുതെന്ന വാശി 3 പേർക്കും ഉണ്ട്. അത്രയ്ക്കുണ്ട് അവളോടുള്ള ദേഷ്യം. നിങ്ങൾ പറ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ത്രേയ മറ്റു 2 പേരോടുമായി ചോദിച്ചു. ക്ലാസ് നടക്കുന്ന ദിവസങ്ങളിൽ അവൾക്ക് പണി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ അവൾക്ക് ബിരിയാണി തന്നെ കൊടുത്തേക്കാം. നമ്മൾ നാണം കെട്ടതുപോലെ തന്നെ എല്ലാവർക്കും മുമ്പിൽ അവളും നാണം കെടും. വർഷ പറയുന്നത് വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ മറ്റു 2 പേരും അവളെ നോക്കി. നമ്മുടെ ഓണം പ്രോഗ്രാം വരുമല്ലേ, അവൾക്കന്ന് പണി കൊടുക്കണം. നമുക്കിപ്പോൾ കിട്ടിയതിനേക്കാൾ അടിപൊളി പണി തന്നെ അവൾക്ക് കൊടുക്കണം. അന്ന് ഗസ്റ്റ് അടക്കം ഉണ്ടാകും ഈ കോളേജ് മുഴുവനും. വർഷ അഭിപ്രായപ്പെട്ടു. നാണക്കേട് കൊണ്ട് അവൾ ഈ കോളേജ് തന്നെ വിട്ടുപോകണം, അല്ലെങ്കിൽ ഈ ഭൂമി തന്നെ വിട്ടുപോകണം. ത്രേയുടെ ഉള്ളിൽ ആദുവിനോടുള്ള പക ഇരമ്പി. അന്ന് എന്ത് പണി കൊടുക്കാനാ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വർഷ ത്രേയോട് ചോദിച്ചു. നീ നോക്കിക്കോ മോളെ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിഞ്ഞാൽ ത്രില്ല് കാണത്തില്ല. നിങ്ങൾ കാത്തിരുന്നു. ത്രേയ അവരെ നോക്കി കണ്ണു ചിമ്മി. തുടരും.